ബിജെപിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം തള്ളാതെ ഇടുക്കിയിലെ സിപിഐഎം നേതാവ് എസ് രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് അവഗണനയാണെന്നും കുറച്ചുനാളുകൾ കൂടി കാത്തിരുന്ന ശേഷം ബിജെപിയോ മറ്റു പാർട്ടിയോ എന്ന് തീരുമാനിക്കുമെന്നും എസ് രാജേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നും രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഇ.പി. ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദ ചർച്ചയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ദേവികുളം മുൻ എം.എൽ.എ. എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകുമെന്നത് പൂർണ്ണമായി തള്ളാത്ത നിലപാട് ഘടിപ്പിക്കുന്നത്. സിപിഎമ്മിലെ ചില വ്യക്തികൾ കാരണം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുവാൻ കഴിഞ്ഞില്ല. കുറച്ചു നാളുകൾ കൂടി കാത്തിരിക്കും. അതിനുശേഷം ബിജെപിയോ സിപിഐയോ മറ്റേതെങ്കിലും പാർട്ടിയോ എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കുമെന്നും രാജേന്ദ്രൻ. ബിജെപി എന്ന് മാത്രമല്ലല്ലോ, സിപിഐ ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മറ്റു പാർട്ടികളുണ്ട്. വരുന്ന ഒരു വ്യക്തി ഒരു അവസരം നേടുക ഉദ്ദേശിക്കുന്നു, ഒരു അവസരത്തിലേക്കാണ് കടക്കാൻ ആഗ്രഹിക്കുന്നത്. വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഒരാൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നേടുന്നത് എങ്ങനെയായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്? ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തത്. എന്നാൽ വേണ്ട പരിഗണന തനിക്ക് നൽകിയില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നും രാജേന്ദ്രൻ. ഞാൻ കൺവെൻഷന് പോയി, ഞാൻ രണ്ടാമത്തെ ലൈനിലാണ് ഇരുന്നത്, മുൻനിരയിലല്ല. മുൻനിരയിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹവും ഇല്ല, ഒത്തിരി ഇരുന്നതാണ്. അതിൻ്റെ എല്ലാം പാർട്ടിക്ക് ഗുണം കിട്ടിയിട്ടുമുണ്ട്. അത്ര പ്രാധാന്യം ഇല്ല എന്നാണല്ലോ ആ യോഗത്തിൽ എന്നെ ബോധ്യപ്പെടുത്തിയത്. വാതിൽ അടഞ്ഞിട്ടുണ്ട്, നമ്മൾ മുട്ടി നോക്കുന്നു, അവരും ശരി തുറന്നിട്ടുണ്ട് എന്ന് പറയുകയും എന്നാൽ കുറ്റിയിട്ട് അടച്ചിരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ചു നാളും കാത്തിരിക്കാം, ഇത്രയേ ഉള്ളൂ. വ്യക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ തോറ്റുകൊടുക്കുവാൻ ആരും തയ്യാറാകില്ല. പാർട്ടിയോട് എത്ര തവണ വേണമെങ്കിലും ക്ഷമ ചോദിക്കാമെന്നും രാജേന്ദ്രൻ പറയുന്നു. ഞാൻ രാജിക്കെതിരെ പ്രവർത്തിച്ചോ ഇല്ലയോ എന്ന് 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പം അറിയാലോ. ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെടണമല്ലോ. വ്യക്തികൾക്ക് മുമ്പിൽ വ്യക്തികൾ തോൽക്കാൻ ആഗ്രഹിക്കാറില്ല. പാർട്ടിക്ക് മുമ്പിൽ 1000 വട്ടം വേണേലും ക്ഷമ ചോദിക്കാം, തോൽക്കാം, തോറ്റുകൊടുക്കാം. അത് പാർട്ടിയുടെ മുമ്പിലാണ്. അത് പാർട്ടിയാണ് എന്ന് നമുക്ക് തോന്നൽ വേണം. താൻ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ എടുത്ത നടപടി തിരുത്തുവാൻ പാർട്ടി തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അത് പാർട്ടിയായി കണക്കാക്കുവാൻ കഴിയില്ല എന്നും രാജേന്ദ്രൻ പറയുന്നു. ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദ ചർച്ചയായി നിലനിൽക്കുമ്പോൾ രാജേന്ദ്രൻ നിലപാട് ഘടിപ്പിക്കുന്നത് സിപിഐഎം നേതൃത്വത്തിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.